മാനവിൻ്റെ നിർബന്ധപ്രകാരം ഉള്ളിലേക്ക് ചെന്ന മോഹിനിയും ശശിയും മാനവും അവിടുത്തെ കാഴ്ച കണ്ട് ഞെട്ടി. അവിടെയുള്ള മരക്കസേരയിൽ കാലിന്മേൽ കാല് കയറ്റി വെച്ച് സിഗരറ്റ് കത്തിക്കുന്ന ത്രിലോക് അവന് സിഗരറ്റ് കത്തിച്ചു കൊടുത്ത് ഒരുത്തൻ വേഗം ത്രിലോകിൻ്റെ പിന്നിലേക്ക് മാറി നിന്നു. എന്താ ഇതൊക്കെ അർഷാദ്? മോഹിനി ദേഷ്യത്തോടെയും വെപ്രാളത്തോടെയും ഉറക്കെ അലറിയതും അവർ വന്ന ഡോർ അടഞ്ഞു. മോഹിനിക്ക് ശശിധരനും മാനവിനും ചുറ്റുമായി അവർ നിറഞ്ഞു നിന്നു. മൂന്നാളും അമ്പരപ്പോടെ ത്രിലോകിനെ നോക്കി. കഴുത്ത് ഇരുവശത്തേക്കും വെട്ടിച്ചുകൊണ്ട് സിഗരറ്റ് കടിച്ചു പിടിച്ച് ത്രിലോക് അവരെ നോക്കി. ഇത്ര നേരം ഒരേ ഇരിപ്പായിരുന്നില്ലേ? കഴുത്ത് നല്ല വേദന. തൻ്റെ കൈയും ഇരുവശത്തേക്ക് നീട്ടിപ്പിടിച്ച് ഒന്ന് കുടഞ്ഞു. ഞങ്ങൾ പോയ നേരം നോക്കി നീ ഇവരെയൊക്കെ മുതലെടുത്തല്ലേ? മോഹിനി ദേഷ്യത്തോടെ പറഞ്ഞതും ത്രിലോക് ഉറക്കെ ചിരിച്ചു. മുതലെടുക്കേ? എന്തിന്? ഞാൻ എന്തിന് എൻ്റെ ആൾക്കാരെ മുതലെടുക്കണം? ത്രിലോക് എഴുന്നേറ്റ് നിന്ന് ഇരു പോക്കറ്റിലും കൈയിട്ടു. നിന്റെ ആൾക്കാരോ? മൂന്നാളും പരസ്പരം നോക്കി. അപ്പച്ചി എന്തു കരുതി? അപ്പച്ചി വിളിക്കുമ്പോഴേക്കും ഓടിവരാൻ മാത്രം മണ്ടനാണോ ത്രിലോക് എന്നോ? എനിക്കറിയണമായിരുന്നു ശശിധരൻ്റെ പങ്ക്, അതും വ്യക്തമായി തന്നെ. എൻ്റെയല്ല നിങ്ങളിവിടെ എത്തിച്ചത്. ഞാൻ പറഞ്ഞിട്ട് ദേ ഇവരാ നിങ്ങളിവിടെ എത്തിച്ചത്, ത്രിലോക് പറഞ്ഞു. സാറ് പറഞ്ഞിട്ടാ നിങ്ങളുടെ ഒപ്പം നിൽക്കുന്ന പോലെ അഭിനയിച്ചത്. അർഷാദ് ത്രിലോകിൻ്റെ അടുത്ത് പിന്നിൽ കൈവച്ച് നെഞ്ചു വിരിച്ചു നിന്നു. ത്രിലോക് ചിരിച്ചു. ചതിക്കായിരുന്നല്ലേ? മോഹിനി അവരെ നോക്കി. ആഹാ ബെസ്റ്റ്. ആരാ ഈ പറയുന്നേ? ചതിയുടെ റാണിയോ? ത്രിലോക് പരിഹസിച്ചു. എന്നാലും മാനവേ, തന്തയ്ക്കുള്ള പകുതി ബുദ്ധി പോലും ഇല്ലല്ലോടാ നിനക്ക്. മാനവ് ഒറ്റയ്ക്ക് വരാൻ തോന്നിയ നിമിഷത്തെ പഴിച്ചുകൊണ്ട് പല്ല് കടിച്ചു. ഡാ! മാനവ് അരയിൽ നിന്ന് തോക്കെടുക്കുമ്പോഴേക്കും അർഷാദിൻ്റെ തോക്കിൽ നിന്നുള്ള ബുള്ളറ്റ് അവൻ്റെ തല പിളർത്തി പുറത്തേക്ക് വന്നു. ആ കാഴ്ച കണ്ട് മോഹിനി അലറി വിളിച്ച് പുറകോട്ട് മാറി. ശശി അവരെ ചേർത്ത് പിടിച്ചു. കഴിഞ്ഞിട്ടില്ലാട്ടോ, അപ്പച്ചയ്ക്ക് അമ്മാനും വേറെ ഒരു സർപ്രൈസ് കൂടിയുണ്ട്, ത്രിലോക് പറഞ്ഞിട്ട് അർഷാദിനെ നോക്കി. അവൻ വേഗം ചെന്ന് ആ മുറിയിലെ ബാത്റൂം തുറന്നു. അതിൽ നിന്ന് ഇറങ്ങി വരുന്നവരെ കണ്ടതും ശശിധരൻ്റെ മുഖം വിളറി വെളുത്തു. മോഹിനിക്ക് ഭൂമി പിളർന്ന് പോയാൽ മതിയെന്ന് തോന്നി. അജി! മോഹിനി വിളിച്ചതും അജി വെറുപ്പോടെ മുഖം തിരിച്ചു. എന്ത് വൃത്തികെട്ട സ്ത്രീയാണ് നിങ്ങൾ! എൻ്റെ മനസ്സിൽ നിങ്ങളുടെ സ്ഥാനം എന്തായിരുന്നെന്നറിയോ? എന്നാൽ ഇപ്പോൾ അജി കണ്ണു തുടയ്ക്കാൻ തിരിഞ്ഞപ്പോൾ നെമി അവൻ്റെ ചുമലിൽ തട്ടി ആശ്വസിപ്പിച്ചു. നിഷ അപ്പോഴും പാപ്പോടെ തൻ്റെ അച്ഛനെ നോക്കി നിൽക്കുകയാണ്. മോളെ! ശശി വിളിച്ചതും നിഷ കൈ ഉയർത്തി വേണ്ടെന്ന് തടഞ്ഞു. എല്ലാം കേട്ടു. നിഷ ത്രിലോകിനെ നോക്കി. കൊന്നാലും കുഴപ്പമില്ല, നിഷയ്ക്ക് ഇനി ആരും വേണ്ട. മോളെ! ജയ അവളുടെ കയ്യിൽ പിടിച്ചതും നിഷ ഒരു നോട്ടമായിരുന്നു. ജയ അറിയാതെ കൈകൾ വിടുവിച്ചു പോയി. പുറത്ത് കാറുണ്ട്, പോയിരിക്കി. ത്രിലോക് അവളുടെ ചുമലിൽ തട്ടി. നിഷ കണ്ണീരോടെ പുറത്തേക്ക് ഇറങ്ങി. ഞാനാ വിശാഖനെ തീർത്തത്. അയാൾ എന്നോട് എല്ലാം പറഞ്ഞു. പക്ഷേ എനിക്കൊരു സഹായം ചെയ്തിട്ടുണ്ട് അയാൾ. അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് മുരുകനോട് പറഞ്ഞ അപേക്ഷ അത് ഞാൻ സ്വീകരിച്ചു. ഈ കേസിലേക്ക് വിമലയും വിജിതയും ഉൾപ്പെടില്ല. സാർ! ഡോറിൻ്റെ അവിടെ നിന്ന് വിളി കേട്ടതും ത്രിലോക് തലചിരിച്ചു. മുരുകൻ കയറി വാ. ഒറ്റയ്ക്കല്ല, മുരുകൻ പറഞ്ഞു. ഇവര് പറഞ്ഞു. ത്രിലോക് മുരുകൻ്റെ ഒപ്പം പുറപ്പെട്ടവരെ നോക്കി. ഇങ്ങോട്ട് വിളിക്കി, ത്രിലോക് പറഞ്ഞു. വിശാഖൻ നിനക്കെന്ത് സഹായമാ ചെയ്തു തന്നത്? മോഹിനിക്ക് ആകാംക്ഷ അടക്കാൻ കഴിഞ്ഞില്ല. സഹായമല്ല, പുണ്യം. മൈ ലൈഫ്. എൻ്റെ ലൈഫാണ് അയാൾ എനിക്ക് തിരിച്ചു തന്നത്, ത്രിലോക് പറഞ്ഞുകൊണ്ട് ഡോറിലേക്ക് വിരൽ ചൂണ്ടി. മോഹിനി ഉൾപ്പെടെ എല്ലാവരും തിരിഞ്ഞു. ആർക്കും കാണുന്ന കാഴ്ച വിശ്വസിക്കാൻ കഴിയാതെ പാപ്പോടെ നിന്നു. വൈദു എല്ലാവരെയും പാപ്പോടെയും ഭയത്തോടെയും വീക്ഷിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. ത്രിലോകിനെ കണ്ട മാത്രയിൽ അവളുടെ ഭയം മാറി ആശ്വാസം നിറഞ്ഞു. ത്രിലോക്! വൈദു പാഞ്ഞു വന്ന് ത്രിലോകിനെ മുറുകെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. മോഹിനി ഉൾപ്പെടെ എല്ലാവരും ഞെട്ടലോടെയും വിളറിപ്പിടിച്ചും വൈദേഹി നോക്കി നിന്നു. ത്രിലോക് ഇരു കൈകൊണ്ടും അവളെ മുറുകെ അവനിലേക്ക് ചേർത്തു. വിശാഖൻ ചെയ്തു തന്ന ഹെൽപ്പ് ഇതാണ്. മൈ ലൈഫ്, മൈ വൈഫ്. വൈദുവിനെ പിടിച്ച് അവർക്കെതിരെ നിർത്തി ത്രിലോക് പറഞ്ഞു. വിശാഖൻ കൊന്നില്ല, കൊന്നു തള്ളാൻ മനസ്സ് വന്നില്ല. ഒരുപാട് കൊലപാതകം നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിയമത്തിന് മുന്നിൽ വരാതെ അയാൾ ഒതുക്കിയിട്ടുമുണ്ട്. പക്ഷേ ഒരാളെ കൊല്ലാൻ മാത്രം അയാൾക്ക് മനസ്സ് വന്നില്ല. അതുകൊണ്ടാവും ഒന്ന് വാണിംഗ് ചെയ്ത് വിട്ടത്, എങ്ങോട്ടെങ്കിലും പോവാൻ പറഞ്ഞിട്ട്. പക്ഷേ നിങ്ങൾ ഈ വിവരങ്ങളൊന്നും അറിയാതിരിക്കാൻ ഒരു അനാഥമായ ഡെഡ് ബോഡി അയാൾ കൊണ്ടുവന്ന് കത്തിച്ചു. ഇന്ത്യ തന്നെ വിട്ട് പോവാനായിരുന്നു അയാൾ പറഞ്ഞത്. ഒരിക്കലും എൻ്റെ കണ്ണിൽ പെടാതെ. പക്ഷേ ദൈവം എൻ്റെ കൺമുന്നിൽ തന്നെ എത്തിച്ചു. ത്രിലോക് വൈദുവിനെ ഒന്നുകൂടെ അവനിലേക്ക് ചേർത്ത് പിടിച്ചു. മോഹിനിയുടെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്നു. ശശിധരൻ വിളറി പിടിച്ച് നിന്നു. വായിച്ചു പറ, നമ്മുടെ കുഞ്ഞിനെ കൊന്നവരെ എന്തു ചെയ്യണം? ത്രിലോക് അവളുടെ മുഖത്തേക്ക് നോക്കി. വൈദു നോക്കിയത് അജിയാണ്. ഇങ്ങനൊരു അമ്മ ജീവിച്ചിരിക്കുന്നതിലും നല്ലത് മരിക്കുന്നതാണ്. അജി അവളുടെ നോട്ടം കണ്ടു പറഞ്ഞു. അജിമോനെ, നിനക്ക് വേണ്ടിയാ അമ്മയും അച്ഛനും ഇതൊക്കെ.
രാംനാഥ് ഗ്രൂപ്പിൻ്റെ അമരത്ത് എൻ്റെ മോൻ വരാൻ വേണ്ടി ഞങ്ങൾ ഇതൊക്കെ ചെയ്തത്, മോഹിനി കണ്ണു നിറച്ചു പറഞ്ഞു. ഏതൊക്കെ? അജിയുടെ ചോദ്യത്തിൽ പരിഹാസം നിറഞ്ഞു. നിങ്ങളുടെ ബന്ധം കണ്ട എൻ്റെ അച്ഛനല്ലല്ലേ. നിങ്ങൾ നിങ്ങളുടെ സുഖത്തിനു വേണ്ടി ഓരോന്ന് ചെയ്തു കൂട്ടി, പിന്നെ സ്വത്തിനും. എന്നിട്ടിതൊക്കെ എനിക്ക് വേണ്ടിയാണെന്ന് ഒരു പേരും. നിങ്ങൾക്ക് എങ്ങനെ തോന്നി എന്നോടിത് പറയാൻ? അജി അറപ്പോടെ മോഹിനിയെ നോക്കി. മോനെ, നിനക്ക് വേണ്ടി തന്നെയാ അമ്മ ഇവനൊക്കെ ഒറ്റയ്ക്കിത് അനുഭവിക്കുന്ന കണ്ടപ്പോൾ. നിന്നെപ്പോലെ ഇവൻ വേലക്കാരനായല്ലേ കണ്ടത്, മോഹിനി പറഞ്ഞു. അജി പുച്ഛത്തോടെ ചിരിച്ചു. ഈ സ്വത്ത് മുഴുവൻ അമ്മ ഇവൻ്റെ പേരിൽ എഴുതണം എന്ന് പറഞ്ഞ അന്ന് തന്നെ ത്രിലോക് എന്നോട് പറഞ്ഞിരുന്നു. ചില കണക്കുകൾ തീർത്തിട്ട് ഇതൊക്കെ തിരികെ എൻ്റെ പേരിലാക്കി തരാമെന്ന്. അവന് സ്വത്തിനോട് മോഹമില്ല, എനിക്കുമില്ല. അവൻ എൻ്റെ ചേട്ടനല്ലേ. അവന് ബിസിനസ്സിലുള്ള അത്ര അറിവോ പരിചയമോ എനിക്കുണ്ടോ? ഞാൻ ഒരിക്കലും അത് ആഗ്രഹിച്ചിട്ടില്ല. ഒറ്റയ്ക്കെല്ലാം നേടണമെന്നും എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അന്നേ പറഞ്ഞേനെ. അജി ത്രിലോകിന് അടുത്തേക്ക് ചെന്നു. ഒരു വാക്ക് പറയാമായിരുന്നില്ലേടാ, അജി പറഞ്ഞു. നീ വിശ്വസിക്കുമോ പ്രതിസ്ഥാനത്ത് നിന്റെ സ്വന്തം അമ്മയാണെന്ന്? നീ എന്നെ വിശ്വസിക്കുമായിരുന്നോ? എല്ലാം ഇവരുടെ വായിൽ നിന്ന് തന്നെ നീ കേൾക്കണമെന്ന് വാശിയായിരുന്നു എനിക്ക്, ത്രിലോക് പറഞ്ഞു. ഞാൻ പുറത്തുണ്ടാവും, തീർത്തിട്ട് വേഗം വാ, അജി പറഞ്ഞു. നിന്റെ സ്വന്തം അമ്മയാണ് നിന്നെ പെറ്റ അമ്മ. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതും കൂടി ഓർക്കണം, ത്രിലോക് പറഞ്ഞു. വേണ്ട, ജീവിച്ചിരുന്നാൽ അതൊക്കെ ഓർമ്മ വരുമ്പോൾ അവരെ ഞാൻ തന്നെ കൊന്നെന്ന് വരും. വേണ്ട, തീർത്തേക്ക്. അജി അവരെ നോക്കാതെ കണ്ണു തുടച്ച് പുറത്തേക്കിറങ്ങി. മോനെ, മോഹിനിയുടെ ശബ്ദം ചിലമ്പിച്ചു. അജി തിരിഞ്ഞു പോലും നോക്കാതെ പുറത്തേക്കിറങ്ങി. മുരുക, ത്രിലോക് വിളിച്ചു. മുരുകൻ വേഗം അടുത്തേക്ക് വന്ന് ടേബിളിൽ ഒരു ചെറിയ കുപ്പി വെച്ചു. ഇതെന്താണെന്നറിയോ? ത്രിലോക് കുപ്പി കയ്യിലെടുത്തു. മോഹിനിയും ശശിധരനും പരസ്പരം നോക്കി. പോയിസണാണ്. ഇത് നിങ്ങളായിട്ട് കുടിച്ചാൽ പുറത്തു വരുന്ന ന്യൂസ് ഒരുമിക്കാൻ സമ്മതിക്കാത്തതിനാൽ മധ്യവയസ്കർ സൂയിസൈഡ് ചെയ്തു എന്നാവും. ഞങ്ങളൊരു കാർ ആക്സിഡൻറ്റിൽ തീർക്കുവാണെങ്കിൽ ഒളിച്ചോടിയ കവിതാക്കൾ വണ്ടിയിടിച്ചു മരിച്ചു എന്നാവും. ഏതാ വേണ്ടത്, ത്രിലോക് ചോദിച്ചു. മോനെ, അപ്പച്ചിയോട് പൊറുക്കടാ, നീ അവൻ്റെ ഏട്ടനല്ലേ, പറഞ്ഞു മനസ്സിലാക്ക്. മോഹിനി കരയാൻ തുടങ്ങി. ദേ, ഈ അഭിനയമൊന്നും വേണ്ട. കുടിച്ചില്ലെങ്കിൽ എന്താ അവസ്ഥയെന്ന് ഞാൻ പറഞ്ഞല്ലോ, ത്രിലോക് പറഞ്ഞു. കുടിക്കാം, ശശിധരൻ പറഞ്ഞു. ശശിയേട്ടാ, മോഹിനി അമ്പരപ്പോടെ വിളിച്ചു. അതാ നല്ലത് മോഹിനി. ശശി കൈ നീട്ടിയപ്പോൾ മുരുകൻ പുച്ഛത്തോടെ പോയിസൺ എടുത്തു നീട്ടി. ശശി കണ്ണു നിറച്ച് ത്രിലോകിനെ അവസാനമായി നോക്കി. നിഷയെ കൈവിടരുത്, ശശി പറഞ്ഞു. ഒരിക്കലുമില്ല. അന്നും ഇന്നും അവൾ എൻ്റെ പെങ്ങൾ തന്നെയായിരിക്കും. മറ്റുള്ളവരെ കൊന്നു തീർക്കുമ്പോൾ ഓർത്തില്ല നിങ്ങൾക്കിങ്ങനെ ഒരു അവസ്ഥ വരുമെന്ന്, അല്ലേ, ത്രിലോക് ചോദിച്ചു. ശശിധരൻ ഒന്ന് നിശ്വസിച്ചുകൊണ്ട് മൂടി തുറന്ന് ദ്രാവകം വായിലേക്ക് അമഴ്ത്തി. മോഹിനി കരച്ചിലോടെ അയാളുടെ കയ്യിൽ പിടിച്ചു. കുടിക്കും മോഹിനി. ശശിധരൻ കുപ്പി മോഹിനിക്ക് നേരെ നീട്ടി. മോഹിനി കണ്ണിൽ ദുഃഖവും ദേഷ്യം നിറച്ച് ത്രിലോകിനെ നോക്കി. ത്രിലോക് വൈദ്യുവിനെ ചേർത്ത് പിടിച്ചു. ശശിധരൻ നീട്ടിയ കുപ്പി വാങ്ങി കരച്ചിലൂടെ മോഹിനി കുടിച്ചിറക്കി. അപ്പച്ചി, ത്രിലോക് വിളിച്ചപ്പോൾ അവർ വേഗം അവനെ നോക്കി. ഇനി ആ കുപ്പിയിൽ ഒരു തുള്ളി പോയിസൺ പോലും ഉണ്ടാവരുത്. അപ്പച്ചി അത് മുഴുവനും കുടിക്കണം, ഞങ്ങളുടെ ആദ്യ കുഞ്ഞിന് വേണ്ടി. ശശിധരൻ കണ്ണ് മുകളിലേക്കായി നിലത്തേക്ക് വീണു. മോഹിനി മങ്ങിയ കണ്ണുകളോടെ ത്രിലോകിനെ സൂക്ഷ്മയോടെ നോക്കി. വൈച്ചു വീണ്ടും പ്രഗ്നൻ്റാണ്. ത്രിലോകിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ശശിധരൻ്റെ വായിലൂടെയും മൂക്കിലൂടെയും ബ്ലഡ് ഒഴുകി. മോഹിനിക്കും തലകറങ്ങി തുടങ്ങി. മോഹിനിയും തലകറങ്ങി വീണു. അവരുടെ വായിലൂടെയും മൂക്കിലൂടെയും ഒഴുകിയ ബ്ലഡ് ത്രിലോകിൻ്റെ കാലിനടുത്തേക്ക് ഒഴുകി വന്നു, ഒരു ക്ഷമാപണം പോലെ. ത്രിലോക് കാൽ മാറ്റി വെച്ച് വൈദ്യുവിൻ്റെ കയ്യിൽ വലിച്ച് പുറത്തേക്ക് ഇറങ്ങി. പുറത്തെ കാറിൽ അജി നെമി ഉണ്ടായിരുന്നു. ത്രിലോക് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറും മുമ്പ് ഒന്ന് തിരിഞ്ഞു നോക്കി. ആദ്യമായി തുടങ്ങിയ നൂൽക്കമ്പനിയാണ്, പൂട്ടിയിട്ട് വർഷങ്ങളായി. അവൻ മുരുകനെ ഒന്ന് നോക്കി. അത് മനസ്സിലായ പോലെ മുരുകനും തലയാട്ടി. ത്രിലോക് കാറിലേക്ക് കയറി. വൈദ്യു നമിക്കൊപ്പം പുറകിലും കയറി. നെമി നോക്കിയത് അജിയാണ്. പുറത്തേക്ക് നോക്കിയിരിക്കുന്നുണ്ടെങ്കിലും കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്. വൈദ്യു ത്രിലോകിനെ നോക്കി. കാർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും പുറം കൈകൊണ്ട് കണ്ണു തുടച്ചു. വീടെത്തുന്നവരെ ആരും ഒന്നും പറഞ്ഞില്ല. വീടെത്തിയതും അജി വേഗം ഇറങ്ങി റൂമിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അവൻ്റെ പിറകെ ഓടാൻ നിന്ന നെമിയെ ത്രിലോക് വിളിച്ചു. വേണ്ട, കുറച്ചുനേരം കരയട്ടെ, ത്രിലോക് പറഞ്ഞു. വൈദ്യു വീട് ആകമാനം നോക്കി. എത്ര മാസങ്ങളായി ഇവിടെ നിന്ന് പോയിട്ട്. ത്രിലോക് ഒന്ന് അറസ്റ്റിലായപ്പോൾ അപ്പച്ചിയാണ് ത്രിലോകിനെ പുറത്തിറക്കാൻ തെളിവ് കിട്ടിയെന്ന് പറഞ്ഞ് വിളിച്ചത്. ആ ഭാഗത്തേക്ക് രാത്രി കാർ ഓടിച്ചു പോകുമ്പോൾ ഒരിക്കലും കരുതിയില്ല. വൈദ്യു തലകുനിച്ചു. ഏയ്, ത്രിലോക് അവളുടെ തോളിൽ തട്ടി. എന്തുപറ്റി? വൈദ്യു തല വിലങ്ങനെയാട്ടി. വാ. ത്രിലോക് അവളെയും കൊണ്ട് ഉള്ളിലേക്ക് കയറി. കുറേ നാളുകൾക്ക് ശേഷം സ്വന്തം മുറി. വൈദ്യു ബെഡിലേക്കിരുന്നു. എന്തിനോ കണ്ണുകൾ നിറഞ്ഞു.
അപ്പോഴേക്കും ത്രിലോക് മടിയിലേക്ക് കിടന്നിരുന്നു. വൈദു ചെറിയ ചിരിയോടെ അവൻ്റെ മുടിയിഴകൾ തഴുകി. ത്രിലോക് ആ കിടപ്പിൽ തന്നെ മിഴികൾ അടച്ചു. എല്ലാം സ്വപ്നമാണെന്ന് വിചാരിച്ച് സ്വയമേ പറ്റിക്കപ്പെടാൻ ശ്രമിക്കുന്ന മനസ്സ്. വൈകുന്നേരത്തോടെ വാർത്ത പരന്നു. ഭക്ഷ്യവിഷബാധയേറ്റ ബന്ധുക്കൾ മരിച്ചു എന്നു മാത്രമായിരുന്നു ന്യൂസിൽ. ന്യൂസ് കണ്ടപ്പോൾ നെമി മൈദുവിനെ നോക്കി. അവൾ കണ്ണൊന്ന് ചിമ്മിക്കാണിച്ചു. അച്ഛനും അമ്മയും വൈകുന്നേരത്തോടെ എത്തിയിരുന്നു. ശാന്തി ഭക്ഷണമൊക്കെ ഒരുക്കി. രാത്രിയായിട്ടും ത്രിലോക് മജിയും എഴുന്നേൽക്കാതായപ്പോൾ വൈദുവും നെമിയും അവരെ ഉറക്കത്തിൽ നിന്ന് വിളിക്കാൻ തന്നെ തീരുമാനിച്ചു. വൈദു ചെല്ലുമ്പോൾ ത്രിലോക് നല്ല ഉറക്കമായിരുന്നു. സ്ലീപ്പിംഗ് പിൽസ് അവൻ്റെ അടുത്ത് കണ്ടതോടെ വൈദു ജഗ്ഗു വെള്ളമെടുത്ത് അവൻ്റെ മുഖത്തേക്ക് ഒഴിച്ചു. ത്രിലോക് കണ്ണു ചിമ്മി. മുഖത്തെ നനവ് ഇഷ്ടപ്പെടാതെ കണ്ണുകൾ തുറന്നു. എന്താ? ഉറക്കം വിട്ടു മാറാതെ കണ്ണുകൾ മീച്ചു. ടിവിയിൽ ന്യൂസ് വന്നിട്ടുണ്ട്. ത്രിലോകിന് ആഹാരമൊന്നും വേണ്ടേ? വൈദു ചോദിച്ചു. ഞാനൊന്ന് ഫ്രഷായിട്ട് വരാം, നീ ചെല്ല്. അവൻ മെല്ലെ എഴുന്നേൽക്കാൻ തുടങ്ങിയതും ഒന്ന് നോക്കിയിട്ട് വൈദു മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി. ത്രിലോക് ടവലെടുത്ത് ബാത്റൂമിൽ കയറി. ഷവർ ഓൺ ചെയ്ത് തല നനയുമ്പോഴും തലയ്ക്കകത്ത് ആളി കത്തുന്നുണ്ടായിരുന്നു. ശത്രുക്കളെല്ലാം തീർന്നതല്ല. അപ്പച്ചി അങ്ങനെ ചെയ്തെങ്കിലും ഈ നിമിഷം അപ്പച്ചി ജീവനോടെ ഇല്ലെന്നുള്ള ചിന്ത സഹിക്കാൻ കഴിയുന്നില്ല. അപ്പച്ചി മകനായി കണ്ടില്ലെങ്കിലും എപ്പോഴോ താൻ അമ്മയെ കണ്ടിരുന്നു. അതാണ് സഹിക്കാൻ കഴിയാത്തത്. തലയിലൂടെ ഒഴുകുന്ന വെള്ളത്തിലൂടെ കണ്ണിലെ കണ്ണീരും ഒലിച്ചിറങ്ങി. വൈച്ചുവിൻ്റെ മുന്നിൽ വെച്ച് കരയാൻ കഴിയില്ല. അവൾക്കത് എങ്ങനെ ഉൾക്കൊള്ളുമെന്ന് ഒരു ഭയമുണ്ട്. സ്വന്തം കുഞ്ഞിനെ ഇല്ലാതാക്കിയവരോട് ഒരു പെണ്ണും ക്ഷമിക്കില്ല. നെമി ബെഡിൽ കിടക്കുന്ന അജിയെ തന്നെ നോക്കി. കണ്ണടച്ചാണ് കിടക്കുന്നതെങ്കിലും ഉറങ്ങിയിട്ടില്ല. ചിന്തകളൊന്നും ഉറങ്ങാൻ അനുവദിക്കുന്നതല്ല. നെമി അവൻ്റെ ഷോൾഡറിൽ കൈവച്ചു. അജി മുഖത്തിന് മുകളിൽ എടുത്തു വെച്ച കൈ മാറ്റി അവളെ നോക്കി. കഴിക്കണ്ടേ? നെമി ചോദിച്ചു. വേണ്ട, വിശപ്പില്ല. വിശപ്പുണ്ട്, കുറച്ചെങ്കിലും കഴിക്ക്. വേണ്ട. അജി താല്പര്യമില്ലാതെ എഴുന്നേറ്റിരുന്നു. പ്ലീസ് വാ, നെമി പറഞ്ഞു. നിന്നോടല്ലേ വേണ്ടെന്ന് പറഞ്ഞത്? അജി ദേഷ്യത്തോടെ പറഞ്ഞതും നെമി തലകുനിച്ച് മുറിയിൽ നിന്നും ഇറങ്ങി. അജി തലയ്ക്ക് കൈ കൊടുത്ത് അങ്ങനെ ഇരുന്നു. നെമി. അജി ഉറക്ക വിളിച്ചതും നെമി മുറിയിലേക്ക് എത്തി. അജി കൈ കാണിച്ചപ്പോൾ നെമി വേഗം അവൻ്റെ അടുത്തേക്കിരുന്നു. സോറി. നെമിയുടെ തോളിലേക്ക് അജി തല ചേർത്തു. നെമി അവൻ്റെ കവിളിലൊന്ന് തഴുകി. മോഹിനിയുടെയും ശശിധരൻ്റെയും മരണം ഭക്ഷ്യവിഷബാധയായി. നിഷ അതിനുശേഷം രേഷ്മയുടെ അടുത്തേക്ക് ചെന്നു. ജയ ആരോരുമില്ലാതെ തറവാട്ടിൽ തനിച്ച്. അജിയും അമ്മയുടെ മരണത്തോട് പൊരുത്തപ്പെട്ടു. ദിവസങ്ങൾ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നു. വൈദുവിൻ്റെ വയറ് അതിനനുസരിച്ച് വലുതായി. നിഷയും ജയയും ബാംഗ്ലൂരിലേക്ക് തിരിച്ചു പോവാണെന്ന് അറിയിച്ചതും ത്രിലോക് മുരുകനെ അവരോടൊപ്പം അയച്ചു. ബാംഗ്ലൂർ പുതുതായി തുടങ്ങുന്ന ഷോറൂം നോക്കി നടത്താൻ നിഷയെ ഏൽപ്പിച്ചു. നിഷയുടെ സഹായത്തിനു മുരുകനും ഉണ്ടായിരുന്നു. 3 മാസം കൊണ്ട് തന്നെ നിഷ ബിസിനസ് എല്ലാം പഠിച്ചു. ബാംഗ്ലൂർ പുതിയ മാൾ തുടങ്ങാനും അത് അവളുടെ പേരിലാക്കാനും ത്രിലോകും അജിയും തീരുമാനിച്ചു. അത് നിഷയെ വിളിച്ചു പറഞ്ഞപ്പോൾ കുറേ എതിർത്തെങ്കിലും ഏട്ടന്മാരുടെ ഒരേയൊരു പെങ്ങൾക്കല്ലേ എന്നുള്ള പറച്ചിലിൽ നിഷ മൂക്കും കുത്തി വീണു. അന്ന് പരിഹസിച്ചവരെ ഇന്ന് കൂടപ്പിറപ്പായി കാണുന്നു. ഇപ്പോൾ നിഷയ്ക്ക് അതാണ് സമാധാനം. പരിചയമില്ലാത്ത റോഡിലൂടെ കാർ പോകുമ്പോൾ മുരുകൻ ഡ്രൈവറെ നോക്കി. ഞാൻ പറഞ്ഞിട്ടാ, നിഷ പറഞ്ഞു. മുരുകൻ ഒന്ന് തിരിഞ്ഞ് അവളെ നോക്കി. സമയം 5 കഴിഞ്ഞു. പിന്നെന്തിനാ ഈ കോളേജിൽ? ഡോർ തുറന്നിറങ്ങുമ്പോൾ അവൻ്റെ മനസ്സിൽ സംശയം ഉദിച്ചു. നിഷയും പുറകെ നിന്ന് ബാഗുമെടുത്ത് ഇറങ്ങി. ഇതാ. നിഷ അവന് ബാഗ് നീട്ടി. ഇതെന്താ? മുരുകൻ ചോദിച്ചു. M.Com കംപ്ലീറ്റ് ആക്ക്. അഡ്മിഷനൊക്കെ റെഡിയാക്കി. പ്രിൻസിപ്പാളിനെ കണ്ടിട്ട് ക്ലാസ്സിൽ കയറിക്കോ. ഏട്ടന്മാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയെന്നും ഈവനിങ് ക്ലാസ് ഉണ്ടാവും. 2 വർഷം മതി, നിഷ പറഞ്ഞു. ഞാൻ പഠിച്ചിട്ട് എന്തിനാ? മുരുകൻ കണ്ണുമീച്ചു. എൻ്റെ ലൈഫ് പാർട്ട്ണർക്ക് മിനിമം PG എങ്കിലും വേണം, നിഷ അവനെ നോക്കി പറഞ്ഞിട്ട് വേഗം കാറിൽ കയറി. കാർ പാഞ്ഞു പോകുമ്പോൾ അവൾ പറഞ്ഞത് മുരുകൻ ഒന്നുകൂടെ മനസ്സിലാലോചിച്ചു. അർത്ഥം കിട്ടിയ പോലെ പെട്ടെന്ന് ഞെട്ടി നോക്കുമ്പോഴേക്കും കാർ ഗേറ്റ് കടന്നിരുന്നു. ആദ്യം മുഖത്ത് ഒരു ഞെട്ടൽ വന്നെങ്കിലും പിന്നെ അത് ഭംഗിയുള്ളൊരു ചിരിയിലേക്ക് വഴിമാറി.